ഒരിടവേളയ്ക്ക് ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരികയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഇന്ന് CPM തന്നെ വിലയിരുത്തുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായി റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുന്ന സാഹചര്യം. പത്തനംതിട്ടയിൽ തന്നെ ജില്ലാ നേതാക്കന്മാർ പങ്കെടുത്ത യോഗത്തിൽ പറഞ്ഞത് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നത് തെറ്റായെന്ന് ഇപ്പോൾ ബോധ്യമായി എന്ന് നേതാക്കന്മാർ തന്നെ സ്വയം വിമർശനം ഉന്നയിക്കുന്നു. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് നേടിയ CPMന് ഇത്തവണ കേവലം ഒരു സീറ്റിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. മറ്റ് സീറ്റുകളിലെല്ലാം പരാജയം രുചിച്ച CPMന് പിന്നീടും ബോധോദയം വന്നിട്ടില്ല. എന്നാൽ പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള പരാജയത്തിന്റെ ആക്കം കൂട്ടി ഭക്തരായ ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തസമൂഹം CPMനെ കൈവിട്ടുവെന്ന് ആത്മവിമർശനം ഉന്നയിക്കുമ്പോഴാണ് ഇപ്പോൾ CPM ഒരു നടപടിക്ക് ഒരുങ്ങുന്നതായി ഒരു വാർത്ത പുറത്തു വരുന്നത്. അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ, അദ്ദേഹത്തെ തരം താഴ്ത്താനോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനോ ഉള്ള തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നൊരു ഭയം ഇപ്പോൾ CPMനുണ്ട്. അത്തരത്തിൽ വെളിപ്പെടുത്താനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ ദേവസ്വം മന്ത്രിമാർ ഉൾപ്പെടെ, നേരത്തെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് വിരൽ ചൂണ്ടുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സമാനതകളില്ലാത്ത പ്രതിരോധമായിരുന്നു സംസ്ഥാന സർക്കാർ തീർക്കേണ്ടി വന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ CPMന്റെ സഹയാത്രികരായ ആളുകൾ, CPMന്റെ ദേവസ്വം ജീവനക്കാരുടെ സംഘടനാ നേതാക്കന്മാർ, CPM നിയമിച്ച ദേവസ്വം ബോർഡ് അംഗങ്ങൾ തുടങ്ങി നിരവധി ആളുകൾ സംശയ നേരിലും ജയിലിലും പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കാൻ CPM തയ്യാറായാൽ അത് CPMനകത്ത് വലിയ പൊട്ടിത്തെറിയിലേക്കും അതോടൊപ്പം തന്നെ പല മുൻ മന്ത്രിമാർക്കും കുരുക്കാകുന്ന കാര്യത്തിലേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ഒരു തർക്കവുമില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ പരാജയം തന്നെ പറയുന്നുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അന്നത്തെ സർക്കാരിന് തിരിച്ചടിയായി, അല്ലെങ്കിൽ LDFന് തിരിച്ചടിയായി. എന്നിട്ട് പോലും അന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലടക്കം പറഞ്ഞു പത്മകുമാറിനെതിരെ നടപടിയെടുക്കണം. പക്ഷേ സംസ്ഥാന നേതൃത്വം പത്മകുമാറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് എടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ പരാജയം ഉണ്ടായി. എന്നിട്ടും പത്മകുമാറിനെതിരെ പ്രത്യേകിച്ച് ഒരു നടപടിയും എടുത്തില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ മാറ്റങ്ങൾ CPMന്റെ അകത്തുണ്ടായാലേ CPMന് മുന്നോട്ട് പോകാനാകൂ, വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പത്മകുമാറിനെതിരെ ഒരു നടപടി എടുത്താലോ എന്നൊരു ആലോചന നടക്കുന്നത്. പക്ഷെ അതും നടക്കാനുള്ള സാധ്യതയില്ല. പത്മകുമാറിനെതിരെ അങ്ങനെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ തന്റെ മനസ്സിലുള്ള എല്ലാ കാര്യവും പത്മകുമാർ പറയും. അങ്ങനെയാണെങ്കിൽ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിമാർ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ പെടുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം വളരെ ആദ്യം ശബരിമല സ്വർണ്ണക്കൊള്ള വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ആ കേസ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും പിന്നീട് ഇത് വളരെ മന്ദഗതിയിലാവുകയും പിന്നെ ഒരു അറസ്റ്റും ഉണ്ടാകാതിരിക്കുകയും പിന്നെ ഹൈക്കോടതി വടിയെടുക്കുന്നതിന്റെ വീണ്ടും അറസ്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു കേസ് അല്ലെങ്കിൽ ഒരു വിവരങ്ങളും പുറത്തേക്ക് വരുന്നില്ല. ഇപ്പൊ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. സാധാരണക്കാരായ ജനങ്ങൾ, വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ സ്വാഭാവികമായും ചിന്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുതിയ സർക്കാരിൽ ഒരു പ്രതീക്ഷയുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യഥാർത്ഥ പ്രതികളെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പുതിയ സർക്കാരിനെ അധികാരത്തിലേറ്റുന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും പത്മകുമാറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മുഴുവൻ പത്മകുമാർ പറയും. പത്മകുമാർ ഈ കേസിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പത്മകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ആരൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ ആരായിരുന്നു, ആദ്യം മുതലേ പറയുന്നതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതിയെ ഇന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തില്ല, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥ പ്രതി പിന്നിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ നേതാവ് അല്ലെങ്കിൽ ആ പറയുന്ന ഉന്നതൻ ഇന്നും പിന്നിൽ തന്നെയാണ്. ആ ഉന്നതനെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പല ആളുകളെ അറസ്റ്റ് ചെയ്തു, അവരെല്ലാം ജാമ്യത്തിൽ പോകുന്ന സ്ഥിതിയൊക്കെയാണല്ലോ. അപ്പൊ പത്മകുമാറിനെതിരെ ഒരു നടപടി CPM എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ, പത്മകുമാറിനെ ഇന്നും ചേർത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് പത്മകുമാർ നേതാക്കളുടെ പേരുകൾ പറയാത്തത്. പത്മകുമാറിനെ പുറത്താക്കിയാൽ യാതൊരു സംശയവും വേണ്ട, പല ഉന്നതരും കുടുങ്ങും, പലരുടെയും പേരുകൾ പറയും. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിമാർ അടക്കമുള്ളവർ പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ CPM തുനിയുമോ എന്നൊരു ചോദ്യമുണ്ട്. കാര്യം CPMന് 100 ആവർത്തി ചിന്തിച്ചിട്ട് മാത്രമേ പത്മകുമാറിന്റെ വിഷയത്തിൽ ഒരു നിലപാട് എടുക്കാനാകൂ. അത് വലിയ തിരിച്ചടി. ഇപ്പോൾ പത്മകുമാറിനെ ചേർത്ത് പിടിച്ചത് തിരിച്ചടിയാണ് എങ്കിൽ ആ വരുന്ന ഉന്നതരുടെ പേര് പുറത്തു വരുമ്പോൾ അത് ഇതിനേക്കാൾ വലിയ തിരിച്ചടിയും CPMൽ വലിയ പൊട്ടിത്തെറിയും ഉണ്ടാക്കും എന്ന ഒരു തോന്നൽ CPMന്, അല്ലെങ്കിൽ ഉണ്ടാക്കുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് അറിയാമെങ്കിൽ ഒരിക്കലും അത്തരമൊരു നിലപാട് പത്മകുമാറിനെതിരെ ഒരു നിലപാട് എടുക്കില്ല. പക്ഷെ പുതിയ സർക്കാർ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായും പല ഉന്നതരും അറസ്റ്റിലാകാനുള്ള സാധ്യത
സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ പത്മകുമാറിനെ തള്ളുക കൂടി ചെയ്യുക, CPM പത്മകുമാറിനെ തള്ളുക കൂടി ചെയ്യുകയാണെങ്കിൽ CPM-ന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉന്നതരായ പലരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും CPM ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നേരത്തെ പത്മകുമാറിനെതിരെ നടപടി സ്വീകരിച്ചാൽ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പാകെ അടക്കം പലതും പറയും എന്നൊരു ഭയം CPM-നുണ്ട് എന്ന് പലരും വിമർശിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഈ കേസിനകത്ത് എന്ത് മൊഴി നൽകുമെന്ന കാര്യം ഇപ്പോൾ വീണ്ടും CPM-ന് ഒരു ബാലികേറ മലയായിരിക്കുകയാണ്. നേരത്തെ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ അറസ്റ്റ് നടപടിയിലേക്ക് അന്വേഷണ സംഘം അന്ന് കടന്നിരുന്നില്ല. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യാത്തത് രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണെന്ന് ഇന്നത്തെ ഭരണപക്ഷമായ കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറ്റു. പുതിയ മന്ത്രിയാണ് ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇതെല്ലാം പുറത്തു വരുമെന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉതകുന്ന തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകണം. കാരണം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ മുറിവുണ്ടാക്കിയ ഒരു സംഭവമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള. അയ്യപ്പ ഭക്തർ കാണിക്കയായി അയ്യപ്പന് നൽകിയ അല്ലെങ്കിൽ അയ്യപ്പന് സമർപ്പിച്ച വസ്തുക്കൾ സ്വർണ്ണമാണ്. ഇത്തരത്തിൽ കള്ളന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ശബരിമല നോക്കാൻ സർക്കാർ ഏൽപ്പിച്ച ആളുകളുടെ നേതൃത്വത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്തി പണം സ്വന്തം പോക്കറ്റിലേക്ക് ആക്കിയത്. ഇത് ഭക്തർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഭക്തർ വലിയ പ്രതിഷേധത്തിലാണ്. ഭക്തരുടെ പ്രതിഷേധത്തിന്റെ ചൂട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM അനുഭവിച്ചറിഞ്ഞതാണ്. ഇനി ആ ചൂട് ഇനിയും ജനങ്ങളുടെ മനസ്സിന്റെ അകത്തുണ്ട്. ആ ചൂട് അത്ര പെട്ടെന്ന് അവരിൽ നിന്ന് മാറ്റുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ CPM-ന് ഈ പത്മകുമാറിന്റെ തുറന്നു പറച്ചിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. അത്തരത്തിൽ തുറന്നു പറച്ചിലിന് ഉതകുന്ന വിധത്തിൽ പത്മകുമാറിനെതിരെ ഒരു നടപടി ഉണ്ടാകുമോ എന്നത് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും പത്മകുമാറിനെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ഒരു വിഭാഗം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇനിയും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ. അയ്യപ്പന്റെ സ്വർണം കട്ടവർ ആരായാലും, അത് X or Y ആരായാലും അവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരട്ടെ. കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ അവരെ തുറന്നു കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. ശബരിമലയുമായി ബന്ധപ്പെട്ട കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമാണ് അരങ്ങേറിയത്. ആ ക്ഷേത്ര കുംഭകോണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ ആളുകളും CPM-ന്റെ നേതാക്കന്മാരും തങ്ങളുടെ കീശയിലേക്ക് ആക്കി മാറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ തങ്ങളുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അയ്യപ്പന്റെ മുന്നിൽ വന്ന് കണ്ണീരോടുകൂടി തൊഴുതു പറഞ്ഞ് അതിന് അവർക്ക് സമാധാനം കിട്ടുമ്പോൾ അവർ കാണിക്കയായി വഴിപാടായി അർപ്പിക്കുന്ന ആ സ്വർണമാണ് ഇത്തരത്തിൽ മോഷണം പോയത്. ആ സ്വർണം മോഷണത്തിന് കൂട്ടുനിന്നവരാണ് ഈ പത്മകുമാർ അടക്കമുള്ളവർ. പത്മകുമാറിന് കൃത്യമായി കാര്യങ്ങൾ അറിയാമായിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന ആളുകൾക്ക് അറിയാമായിരുന്നു. ഒരു പ്രതി കഴിഞ്ഞ ദിവസം മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഇതിലേക്ക് വലിച്ചിഴക്കുന്നില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ തിരിഞ്ഞുകൊത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ തിരിഞ്ഞുകൊത്തിയതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇനിയെങ്കിലും ഭക്തരുടെ കണ്ണിൽ പൊടിയുള്ള നടപടികളാണ് CPM സ്വീകരിക്കാൻ പോകുന്നെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ CPM ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണ്. പത്മകുമാറിനെതിരെ നടപടിയുണ്ടായാൽ പത്മകുമാർ എന്താണ് പറയുന്നതെന്നറിയാൻ ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ.